പ്രദേശത്ത് സംഘർഷത്തിന് അയവില്ല. നാട്ടുകാർ വലിയ തോതിൽ തന്നെയുള്ളൊരു പ്രതിഷേധമാണ് അവിടെ നടത്തുന്നത്. വനംവകുപ്പ് ജീവനക്കാരെ തടഞ്ഞു വെക്കുകയും അവരുടെ വാഹനം വളഞ്ഞാണ് പ്രതിഷേധിക്കുന്നത്. വാഹനത്തിന് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. വാഹനത്തിന് പുറത്ത് റീത്ത് വയ്ക്കുകയും ഇന്നത്തെ കടുവ ആക്രമണത്തിൽ ചത്ത പശുവിനെ വാഹനത്തിന് പുറത്ത് കെട്ടിവെക്കുകയും ഒക്കെ ചെയ്താണ് പ്രതിഷേധം നടത്തുന്നത്. ഇപ്പോഴും വാഹനത്തിനുള്ളിൽ നിന്നും ജീവനക്കാർക്ക് അവിടെ നിന്നും പുറത്തേക്ക് കടക്കാൻ സാധിച്ചിട്ടില്ല. അത്രയും വലിയൊരു പ്രതിഷേധം. ഒരു തരത്തിലും നാട്ടുകാർ പിരിഞ്ഞു പോകാത്തൊരു സാഹചര്യമാണുള്ളത്. പുൽപ്പള്ളി ടൗണിൽ തന്നെയാണ് ഇപ്പോഴും മൃതദേഹമുള്ളത്. അവിടെ നിന്നും സംസ്കാര ചടങ്ങുകൾക്കായി വീട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ടെങ്കിലും അവിടെ നിന്നും മാറ്റാൻ സാധിക്കാത്ത ഒരു സാഹചര്യം കൂടിയാണുള്ളത്. അതേസമയം തന്നെ ജില്ലാ കളക്ടറുമായി അവിടെ പ്രതിനിധികളുമായി ചർച്ച നടക്കുന്നുണ്ട്. ആ ചർച്ചയിൽ ഇവരുടെ ആവശ്യങ്ങൾ അംഗീകരിച്ചാൽ ഇവർ പ്രതിഷേധത്തിൽ നിന്നും പിന്മാറാനുള്ളൊരു സാധ്യതയുണ്ടെന്നുമൊക്കെയാണ് അനൂപ് നൽകുന്ന വിവരങ്ങൾ. എന്തായാലും സ്ഥിതി അവിടെ കൂടുതൽ സങ്കീർണമാകുന്നു. പോലീസ് ഉദ്യോഗസ്ഥർക്കും ഏറെ പ്രയാസപ്പെടുന്നുണ്ട്. അവിടെ നിന്നുള്ള സ്ഥിതി നിയന്ത്രിക്കാൻ ഏറെ പ്രയാസപ്പെടുന്നുണ്ട്. വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ സുരക്ഷിതരാക്കേണ്ടതോടൊപ്പം തന്നെ ആളുകൾ കൂടുതലായി തന്നെ ആ വാഹനത്തിന് ചുറ്റും വളയുന്നൊരു സ്ഥിതിയാണുള്ളത്. അത്രയും വലിയൊരു പ്രതിഷേധം പുൽപ്പള്ളി ടൗണിൽ ഉണ്ടാകുന്നു. സ്ഥിതി കൂടുതൽ വഷളാകുന്ന ഒരു സാഹചര്യമാണ് അവിടെയുള്ളത്. സ്ഥിതി കൂടുതൽ സങ്കീർണമാകുന്നു. പുൽപ്പള്ളി ടൗണിലെ പ്രതിഷേധം അക്രമാസക്തമാകുന്ന ഒരു കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. പോലീസ് ഉദ്യോഗസ്ഥർക്ക് നേരെയും പ്രതിഷേധക്കാർ കയ്യേറ്റം നടത്തുകയുണ്ടായി. ഇപ്പോഴും വനംവകുപ്പ് ജീവനക്കാർ വാഹനത്തിനുള്ളിൽ തന്നെയുണ്ട്. അവർക്ക് പുറത്തേക്ക് കടക്കാനോ സുരക്ഷിതമായൊരു സ്ഥലത്തേക്ക് മാറാനോ സാധിക്കുന്നില്ല. അവർക്ക് പ്രതിഷേധക്കാർ ഒരു തരത്തിലും പിന്മാറാൻ തയ്യാറാകുന്നില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത്രയും വലിയൊരു പ്രതിഷേധമാണ് സ്ഥലത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. കളക്ടർ അവിടുത്തെ പ്രതിനിധികളുമായി ചർച്ച നടത്തുന്നുണ്ട്. ഇത്രയും വലിയൊരു പ്രതിഷേധം ഒരു തരത്തിലും പ്രതിഷേധക്കാർ പിന്മാറാൻ തയ്യാറാകുന്നില്ല. പശുവിൻ്റെ ജഡവുമായി ഇന്ന് കടുവ ആക്രമിച്ച പശുവിൻ്റെ ജഡവുമായാണ് അവർ പ്രതിഷേധിക്കുന്നത്. വനംവകുപ്പിൻ്റെ ജീപ്പിൽ കെട്ടിവെച്ചാണ് അവർ അവിടെ പ്രതിഷേധിക്കുന്നത്. സിജു തുടരുന്നുണ്ട്. സിജു, എന്താണ് ഇപ്പോൾ നിലവിലത്തെ അവിടുത്തെ ഒരു സ്ഥിതി എങ്ങനെയാണ്? പ്രതിഷേധം ഇപ്പോഴും തുടരുകയാണ്. പുൽപ്പള്ളി ബസ് സ്റ്റാൻഡിന്റെ പരിസരത്താണ് കഴിഞ്ഞ ദിവസം കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട പോളിന്റെ മൃതദേഹം ഇന്ന് രാവിലെ 9:30 എത്തിയത്. അവിടെ പൊതുദർശനത്തിനായി നിരവധി പേർ എത്തിയിരുന്നു. വലിയ പ്രതിഷേധവുമായി ആളുകൾ വിവിധ ഭാഗങ്ങളിൽ നിന്നും എത്തിയിരുന്നു. ഇതിനിടെ ചർച്ചകൾ നടക്കുന്നതിനിടെ സർക്കാർ നിർദ്ദേശപ്രകാരം ജനപ്രതിനിധികളുമായി ചർച്ചകൾ നടത്തിയിരുന്നു. അതിനിടെ ചെറിയ രീതിയിലെ സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ വനംവകുപ്പിന്റെ വാഹനം തടഞ്ഞുകൊണ്ട് ഒരു കൂട്ടം ആളുകളെത്തി. അതോടൊപ്പം തന്നെ പോലീസിന്റെ വാഹനത്തിന് നേരെയും ആക്രമണം ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇന്ന് രാവിലെ കടുവയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഒരു പശുവിന്റെ ജഡം വനംവകുപ്പിന്റെ വാഹനത്തിന് മുകളിൽ കെട്ടിവെച്ചായിരുന്നു പ്രതിഷേധം. മുദ്രാവാക്യങ്ങൾ മുഴക്കിക്കൊണ്ട് ഒരു വിഭാഗം ആളുകൾ ഇപ്പോഴും ഈ വാഹനത്തിന് ചുറ്റും തടിച്ചുകൂടിയിരിക്കുകയാണ്. ഇതിനകത്ത് വനംവകുപ്പ് ജീവനക്കാരുണ്ട്. അവരെ വാഹനത്തിൽ നിന്ന് പുറത്തേക്ക് മാറ്റുന്നതിന് സാധിച്ചിട്ടില്ല. ഈ വാഹനത്തിന് ചുറ്റും പോലീസ് സുരക്ഷയൊരുക്കിയിട്ടുണ്ട്. പക്ഷേ വാഹനം ഇവിടെ നിന്ന് നീക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമായിരുന്നു. അതിനിടെ പുൽപ്പള്ളി പോലീസിന്റെ വാഹനത്തിന് നേരെയും ആക്രമണം ഉണ്ടാകുന്ന ഒരു സാഹചര്യമുണ്ടായി. സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ഇടപെടലാണ് പോലീസ് നടത്തുന്നത്. സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ എത്തുമ്പോൾ നിയന്ത്രണ വിധേയമാക്കുന്നതിന് വേണ്ടി ജനപ്രതിനിധികളും അതോടൊപ്പം തന്നെ രാഷ്ട്രീയ പാർട്ടി നേതാക്കളും എല്ലാം തന്നെ ഇടപെട്ടിരുന്നു. സംഘർഷമുണ്ടാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകരുത്, വളരെ സമാധാനപരമായ ഒരു പ്രതിഷേധമായിരിക്കണം ജനങ്ങൾ സംഘടിപ്പിക്കേണ്ടത് എന്നുൾപ്പെടെ ഇന്ന് രാവിലെ മുതൽ നിർദ്ദേശം നൽകിയിരുന്നു. അനൗൺസ്മെന്റ് വഴിയും മറ്റും നിർദ്ദേശം നൽകിയിരുന്നു. അതിനിടെ സർക്കാർ തലത്തിൽ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിന് വേണ്ടി ജനപ്രതിനിധികളുടെ ഒരു യോഗം ജില്ലാ കളക്ടറുടെ അധ്യക്ഷതയിൽ വിളിച്ചു ചേർത്തു. സർക്കാർ നിർദ്ദേശപ്രകാരമാണ് ഈ യോഗം വിളിച്ചു ചേർത്തത്. പഞ്ചായത്ത് ഹാളിൽ യോഗം നടക്കുന്നതിനിടെയായിരുന്നു ഒരു വിഭാഗം
ആളുകൾ ഈ വനം വകുപ്പിന്റെ വാഹനത്തിന് നേരെ തിരിഞ്ഞത്. വാഹനത്തിന് ചുറ്റും തമ്പടിച്ചുകൊണ്ട് വാഹനത്തിന് നേരെ ആക്രമണം നടത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ചെറിയ തോതിൽ വാഹനം ഈ ആക്രമണത്തിൽ തകർന്നിട്ടുണ്ട്. ആ സമയത്ത് തന്നെ പോലീസ് ഒരു ഇടപെടൽ നടത്തുകയായിരുന്നു. സുരക്ഷ ഈ വാഹനത്തിന് ചുറ്റും ഒരുക്കുകയായിരുന്നു. പക്ഷെ ഇവിടെ നിന്ന് ആളുകളെ, ഇതിന് ചുറ്റും കൂടിയ ആളുകളെ ഇവിടെ നിന്ന് മാറ്റുന്നതിന് സാധിച്ചിട്ടില്ല. ആളുകൾ തമ്പടിച്ചുകൊണ്ട് ഈ റോഡിൽ കുത്തിയിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. പോളിന്റെ മൃതദേഹം പുൽപ്പള്ളി ബസ് സ്റ്റാൻഡിനകത്താണ് പൊതുദർശനത്തിന് വെച്ചത്. ഇവിടെയായിരുന്നു രാവിലെ ആളുകൾ തടിച്ചുകൂടിയത്. അതിനുശേഷം ബസ് സ്റ്റാൻഡിന് സമീപത്തുള്ള റോഡിലേക്ക് ആളുകൾ പ്രകടനമായി നീങ്ങി പല ഗ്രൂപ്പുകളായി തിരിഞ്ഞുകൊണ്ട് പ്രകടനം നടത്തുകയായിരുന്നു. മുദ്രാവാക്യം വിളികൾ മുഴക്കുകയായിരുന്നു. ഈ സമയത്താണ് ഈ സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ എത്തിയത്. ഇന്ന് സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നതിന് ഒരു സാഹചര്യം കടുവയുടെ ആക്രമണത്തിൽ ഒരു പശു കൊല്ലപ്പെട്ടതും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉണ്ട്. അതിന്റെ ജഡം ഒരു ട്രാക്ടറിൽ എത്തിച്ചുകൊണ്ടാണ് വനംവകുപ്പിന്റെ വാഹനത്തിന് മുകളിലേക്ക് ഒരു വിഭാഗം ആളുകൾ വലിച്ചെറിഞ്ഞത്. അതിനുശേഷം ഈ വാഹനത്തിന് നേരെ ആക്രമണം നടത്തിയത്. സംഘർഷാവസ്ഥ ഇപ്പോഴും തുടരുകയാണ്. കൂടുതൽ പോലീസിനെ ഈ സ്ഥലത്തേക്ക് എത്തിക്കുന്നുണ്ട്. കാരണം ജനങ്ങൾ വലിയ രീതിയിൽ പ്രകോപനപരമായ രീതിയിൽ ഇപ്പോഴും ഇവിടെ തമ്പടിച്ച കൂടി നിൽക്കുകയാണ്. മുദ്രാവാക്യങ്ങൾ മുഴക്കിക്കൊണ്ട് വയനാട്ടിൽ പ്രതിഷേധം വലിയ തോതിൽ തുടരുന്ന സാഹചര്യമാണ്.